ഹായ് ഗൈസ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു കപ്പില്ലേ, കപ്പിൽ നിറയെ വെള്ളമുണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് ഒരു മണിക്കൂർ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെക്കുകയെന്ന് വെച്ചു. എനിക്ക് എന്താ പറ്റുക? എൻ്റെ കൈ വേദനിക്കുമല്ലേ? ഒരു ദിവസം ഫുൾ ഞാൻ ഈ കപ്പ് എൻ്റെ കയ്യിൽ വെച്ചാലോ എൻ്റെ കൈക്ക് എന്താ പറ്റുക? പിന്നെയും ടയേർഡാവും, എനിക്ക് കൂടുതൽ പെയിൻ വരാൻ തുടങ്ങും. ഈ ഒരു കയ്യിൽ കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൈ വെച്ചിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫങ്ഷൻസ് എല്ലാം സ്ലോ ആവാൻ തുടങ്ങും. പക്ഷേ ഞാനിപ്പോൾ ഈ കപ്പ് ഹോൾഡ് ചെയ്യാണ്ട് ഒരു ടേബിളിലോട്ട് മാറ്റി വെച്ച് എൻ്റെ രണ്ട് കൈയും ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? സത്യം പറഞ്ഞാൽ ഈ കപ്പ് നമ്മുടെ ലൈഫല്ലേ. ഈ കപ്പിലുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ. സോ നമ്മൾ ഈ കപ്പ് ഹോൾഡ് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ നമ്മൾ ഒരു 1 hour നമ്മളിങ്ങനെ തലയിലിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് നമുക്ക് എന്താ പറ്റുക? നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും, ആൻഷ്യസ് ആവാൻ തുടങ്ങും. ഒരു ഡേ ഫുൾ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാലോ നമുക്ക് കൂടുതൽ പെയിൻ വരും. നമ്മൾ കൂടുതൽ ആൻഷ്യസ്, ഡിപ്രഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളോട്ട് പോകും. ഒരു കപ്പ് ഞാൻ കൈ വെക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് പെയിൻ ഉള്ളത്. ഞാനിത് മാറ്റിയാൽ ഞാൻ ഫ്രീ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ടെൻഷൻസും സ്ട്രെസ്സൊക്കെ നമ്മുടെ തലയിൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ, നമ്മളതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളത് മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആവാൻ, നമുക്ക് നമ്മുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാടിട്ട് ആലോചിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇത്രയും വലുതാവുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് ആ പ്രശ്നം തരുന്നത്, ആ സമയം നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. അതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് മാറ്റം നമുക്കുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.